ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് മെയിനായിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് 3 ടൈപ്പ് ഡിസിഷൻസ് ആണുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, രണ്ട് ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് മൂന്നാമത്തേത് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. അപ്പോൾ ഇത് 3 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്. നമുക്കിത് 3 വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയും. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനകത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് നമ്മൾ ലോങ് ടേം അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഷോർട്ട് ടേം അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് എപ്പോഴും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ലോങ് ടേം അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ്, അതായത് ലോങ് ഡ്യൂറേഷനിലേക്ക് വരുന്നത്. ഷോർട്ട് ടേം അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വിത്തിൻ 1 ഇയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ കറൻറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ്സിനകത്ത് വരുന്നത്. സോ നമ്മൾ എത്ര എമൗണ്ട് നമ്മുടെ ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള നമ്മുടെ ഡിസിഷനെ നമ്മൾ പറയുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അഥവാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ ചോയ്സ് വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് അസറ്റ് ഈസ് ടേക്കൺ, ഇറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ കറൻറ്റ് അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസിഷൻസിനെ നമ്മൾ പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനാൻസിങ് ഡിസിഷൻ. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്സിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ള ഡിസിഷൻ നമ്മൾ ഓൾറെഡി എടുത്തു. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്നൊരു ഡിസിഷനാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മൾ എങ്ങനെ റേസ് ചെയ്യണം, ഹൗ വി ഷുഡ് ഫൈനാൻസ് ഇറ്റ്. അതിനെയാണ് നമ്മൾ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് എങ്ങനെ നമ്മൾ ഈ ഫണ്ട് റേസ് ചെയ്യണം, ഏതൊക്കെ സോഴ്സസിലൂടെ നമ്മൾ ഈ ഫണ്ട് റേസ് ചെയ്യണം. അപ്പം അതിനെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡിസിഷൻ വരുന്നത്. അതായത് എത്രത്തോളം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ റേസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ ഇക്വിറ്റിയിലൂടെ റേസ് ചെയ്യണം, ഏതാണ് ഇതിൻ്റെ പ്രപ്പോർഷൻ വരിക, അതായത് എങ്ങനെ നമ്മൾ ഈ ഫണ്ട് നമ്മൾ റേസ് ചെയ്യണം എന്നുള്ള ഡിസിഷനെയാണ് നമ്മൾ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഡിസിഷൻ എന്ന് പറയുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഡിവിഡൻഡ് എന്താണെന്നുള്ളതാണ്. സോ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആഫ്റ്റർ ടാക്സ് എത്രത്തോളം എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ടുണ്ടോ ആ പ്രോഫിറ്റിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൈൻ പോർഷൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. ആ പോർഷന് പറയുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ആ ഡിവിഡൻഡ് എത്ര എമൗണ്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഡിസിഷനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ എത്രത്തോളം എമൗണ്ട് നമ്മൾ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, അതായത് ഡിവിഡൻഡ് ഒന്നും കൊടുക്കാതെ എത്രത്തോളം എമൗണ്ട് നമ്മൾ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം ആൻഡ് എത്രത്തോളം എമൗണ്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഇത് 3 ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസിഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് എത്രത്തോളം എമൗണ്ട് നമ്മൾ ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള നമ്മുടെ ഡിസിഷനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ദെൻ രണ്ടാമത് വരുന്നതാണ് ഫൈനാൻസിങ് ഡിസിഷൻ. അതായത് നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷന് വേണ്ട ഫണ്ട്, ആ ഫൈനാൻസ് നമ്മൾ എങ്ങനെ റേസ് ചെയ്യണം, വെദർ ടു ഷോർട്ട് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ അല്ലെങ്കിൽ ഇക്വിറ്റി ആണോ, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണോ, സോ അതെങ്ങനെ റേസ് ചെയ്യണം, എത്രത്തോളം ഡെപ്റ്റ് വേണം, എത്രത്തോളം ഇക്വിറ്റി വേണം എന്നുള്ള ഡിസിഷനാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് എ തേർഡ് ഡിസിഷൻ, ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിൽ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ എത്രത്തോളം എമൗണ്ട് ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം എമൗണ്ട് കമ്പനിയിൽ വീണ്ടും റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷനെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3 ഡിസിഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി, അതായത് ടൈപ്സ് ഓഫ് ഡിവിഡൻസും ഡിവിഡൻഡ് പോളിസീസും ഡിവിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറീസും നമ്മൾ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.